ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കോണിമ്പലിൻ്റെ ശബ്ദം കേട്ടിട്ട് രവിയേട്ടനാണെങ്കിൽ വാതിലോർന്ന് നോക്കുന്ന സമയത്ത് ശ്രുതിയുടെയും കയ്യിൽ നിന്ന് പാൾമാറാട്ടം നടത്തി പണം അടിച്ചു മാറ്റി പോയതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കാൻ വന്നിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് കാണുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥ അകത്ത് വന്ന് കയറിയിരിക്കാനായിട്ട് സുഹൃത്തുക്കളെ രവിയേട്ടനൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനാണെങ്കിൽ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ പൂങ്കണ്ണീരിൻ്റെ മുന്നിൽ വീണ നമ്മുടെ ആടുബിലാലാണെങ്കിൽ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് കാറിൽ ഇറങ്ങി അങ്ങോട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ പുള്ളിക്കാരനെ കണ്ടോഷനാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കാനുണ്ട്, ഇയാളെ എവിടെ നല്ല കണ്ടുപരിച്ചിട്ടല്ലോ എന്നൊക്കെ പറയണം. അപ്പോഴാണ് ഈ ബിലാൽ കിടന്നിട്ട് ഇങ്ങനെ പപ്പ പഠിച്ചിട്ട് പരിങ്ങുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ബിലാലിനെ കണ്ടിട്ട് സിറ്റ് ഔട്ടിലേക്ക് ഓടി വരികയാണ്. പോലീസുകാരനോടാണെങ്കിൽ ചന്ദ്രമതി പറയുന്നത്, സാറേ ഇതെൻ്റെ ശ്രുതിമോളുടെ വലിയച്ഛനാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ ബിലാലിന് ഭയങ്കര ആശ്വാസമാണ്. പിന്നീട് പോലീസുകാരൻ അങ്ങോട്ട് പോകാനുണ്ടോ സുഹൃത്തുക്കളെ. രവിയേട്ടനെ കണ്ടോഷനാണെങ്കിൽ നമ്മുടെ ബിലാൽ രവിയേട്ടാ എൻ്റെ രവിയേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുകയാണ്. അത് കണ്ടിട്ട് രവിയേട്ടൻ ചോദിക്കുന്നത്, എന്താ പറ്റി, എന്താ നിങ്ങൾ ഈ കരയണമെന്നൊക്കെ പറയുകയാണ്. ഞാനിതെങ്ങനെ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് കരയണ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഓടിപ്പടഞ്ഞ് വരാനുണ്ട്. എന്ത് പറ്റി വലിയച്ച എന്നൊക്കെ ചോദിക്കണം. മോളെ അതെങ്ങനെ ഞാൻ പറയും വലിയച്ച എന്ന് പറഞ്ഞിട്ട് ഒരു തള്ളി അങ്ങോട്ട് ഇടുകയാണ്. പുള്ളിക്കാരൻ ആ സോഫയിൽ നിന്ന് അങ്ങോട്ട് മറിഞ്ഞ് വീഴാണ് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ബിലാൽ പറയണം, മോളെ അച്ഛൻ മരിച്ചു മോളെ എന്ന് പറയണം. അത് കേട്ട വശനാണെങ്കിൽ ശ്രുതി ആകെ മൊത്തം ഞെട്ടിത്തരിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കേട്ട ചന്ദ്രമതിയാണെങ്കിൽ നെഞ്ഞത്തടിച്ചിട്ട് ഇങ്ങനെ നിലവിളിച്ചിട്ട് കരയാനുണ്ട് സുഹൃത്തുക്കളെ. എന്തായാലും നമ്മുടെ സച്ചിൻ രേവതി ആകെ മൊത്തം ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. കാരണം ശ്രുതിയുടെ പുതിയൊരു അടവാന്നുള്ള കാര്യം സച്ചിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡ് തന്നെ കാണാൻ തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബും ചെയ്ത് ഹൈപ്പും കൂടി അമർത്തിയിട്ട് പോകണേ. പുതിയൊരു റിവ്യൂ ആയിട്ട് ഉടനെ വരാം.